15-ാം അധ്യായം. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെയുണ്ടാക്കി, ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലമൊരുക്കി, അതിന് ഒരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ്, ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതില്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നു പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരൂശലേമിൽ കൂട്ടിവരുത്തി. ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി. കെഹാത്യരിൽ പ്രധാനിയായ ഊരീയേലിനെയും അവന്റെ സഹോദരന്മാരായ 120 പേരെയും, മൊരാര്യരിൽ പ്രധാനിയായ അസായാവേയും അവന്റെ സഹോദരന്മാരായ 220 പേരെയും, ഗെർശോമ്യരിൽ പ്രധാനിയായ യോവേലിനെയും അവന്റെ സഹോദരന്മാരായ 130 പേരെയും, എലീസാഫാന്യരിൽ പ്രധാനിയായ ശമയ്യാവേയും അവന്റെ സഹോദരന്മാരായ 200 പേരെയും, ഹെബ്രോന്യരിൽ പ്രധാനിയായ എലിയേലിനെയും അവന്റെ സഹോദരന്മാരായ 80 പേരെയും, ഉസ്സിയേല്യരിൽ പ്രധാനിയായ അമ്മീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ 112 പേരെയും തന്നെ. ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും, ഊരിയേൽ, അസായാവ്, യോവേൽ, ശമയ്യാവ്, എലിയേൽ, അമ്മീനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊള്ളുവിൻ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായ്ക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവരെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ലേവ്യരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശെ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു. പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബേരെഖ്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കുശായാവിന്റെ മകനായ ഏഥാനെയും അവരോടുകൂടെ 2-ാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെഖര്യാവ്, ബേൻ, യാസീയേൽ, ഷെമീരാമോത്ത്, യഹീയേൽ, ഉന്നി, എലിയാബ്, ബെനായാവ്, മയസേയാവ്, മത്തിഥ്യാവ്, എലീഫെലഹു, മിക്നേയാവ്, ഓബേദ് ഏദോം, യെയീയേൽ എന്നിവരെ വാതിൽ കാവൽക്കാരായും നിയമിച്ചു. സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏഥാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും, സെഖര്യാവ്, അസീയേൽ, ഷെമീരാമോത്ത്, യഹീയേൽ, ഉന്നി, എലിയാബ്, മയസേയാവ്, ബെനായാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും, മത്തിഥ്യാവ്, എലീഫേലഹു, മിക്സ്നേയാവ്, ഓബേദ് ഏദോം, യെയീയേൽ, അസസ്യാവ് എന്നിവർ ഷെമീനിത്ത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു. വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു. അവൻ അതിൽ സമർത്ഥനായിരുന്നു. ബേരെഖ്യാവും എൽക്കാനയും പെട്ടകത്തിന് വാതിൽ കാവൽക്കാരായിരുന്നു. ശെബന്യാവ്, യോശാഫാത്ത്, നെഥനയേൽ, അമാസായി, സഖര്യാവ്, ബെനായാവ്, എലെയാസാർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കാഹളമൂതി. ഓബേദ് ഏദോമും യഹീയാവും പെട്ടകത്തിന് വാതിൽ കാവൽക്കാരായിരുന്നു. ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി. യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ദാവീദും പെട്ടകവാഹകന്മാരായ ലേവ്യരൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹകപ്രമാണിയായ കെനന്യാവും ശണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു. ദാവീദ് ശണം കൊണ്ടുള്ള എഫോദ് ധരിച്ചു. അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും തുര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടി കിന്നരവും വീണയും വായിച്ചുകൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ശൌലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാട്ടുപാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു.